അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിലെ ആരിഫീങ്ങളിലെ പണ്ഡിതന്മാരിലെ വലിയ പ്രമുഖരായ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹവാരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ അവിടുത്തെ ഷേഖായ തൻ്റെ ആത്മീയമായ ലോകത്തിലേക്ക് കൈപിടിച്ചുപോയ ബഹുമാനപ്പെട്ട ഷേഖ് സുലൈമാൻ റളിയല്ലാഹു അൻഹു മഹാനവരുകളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. യാ ഷേഖെ, പകൽ സമയത്ത് നോമ്പ് പിടിക്കലാണോ ഖൈർ, അല്ല മഗ്രിബും ഇശാന്റെ സമയത്തിൻ്റെ ഇടയിൽ ഇബാദത്ത് ചെയ്യലാണോ? ഏതാണ് രണ്ടിൽ ഏറ്റവും കൂടുതൽ മഹത്വം പോരിശ ഉള്ളത് എന്ന് ചോദിക്കുകയാണ്. അതായത് ഒരു ദിവസം പകൽ മുഴുവനും നോമ്പ് നോൽക്കുക, ആ ഇബാദത്തിനാണോ പോരിശ, അല്ല മഗ്രിബ് നിസ്കാരത്തിന് ഇശാ നിസ്കാരത്തിൻ്റെ ഇടയിലുള്ള ആ സമയത്ത് ഇബാദത്തുമായി ഇങ്ങനെ കഴിയുക, ഇതാണ് പോരിശ? ഈ രണ്ടിൽ നിന്ന് ഏതാണ് ഏറ്റവും ശ്രേഷ്ഠത് എന്ന് തൻ്റെ ഷേഖിനോട് ബഹുമാനപ്പെട്ടവർ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ആ ഷേഖ് പറഞ്ഞത്, ആ ഉസ്താദ് പറഞ്ഞത്, നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ചെയ്യുക മോനെ എന്ന് പറഞ്ഞു. അതായത് പകൽ സമയം നോമ്പ് നോൽക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു മഹത്വമുള്ളതാണല്ലോ. അതിനേക്കാൾ മഹത്വമാണ് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാന്റെ സമയം വരെ അതേ നല്ല ഇബാദത്തിലായി കഴിയുക എന്നുള്ളത് അത് വലിയ മഹത്വമുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അല്ല ഉസ്താദെ, എനിക്കിത് രണ്ടും കൊണ്ടുപോകാൻ കഴിയില്ല. പകൽ സമയത്ത് ഞാൻ നോമ്പ് നോൽക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ മഗ്രിബും ഇശാന്റെ ഇടയിൽ ഒരു നല്ല നിലക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. കാരണം ക്ഷീണമുണ്ടാകും, പിന്നെ നോമ്പ് തുറക്കുക, അങ്ങനെയൊക്കെ ആ സമയത്തൊക്കെ ഭക്ഷണം കഴിക്കേണ്ടി അങ്ങനെയൊക്കെ സമയം അവിടെ കഴിഞ്ഞു പോകും. പകൽ സമയത്ത് ഞാൻ നോമ്പ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ സമയം നഷ്ടപ്പെടും. ഈ സമയം എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ പകൽ സമയം നോമ്പ് നോൽക്കാതിരിക്കലാണ് നല്ലത്. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ആ ഷേഖ് ഉസ്താദ് പറഞ്ഞു കൊടുത്തൊരു മറുപടിയുണ്ട്. വളരെ ഗൗരവത്തോടു കൂടെ കേൾക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്തേ? അങ്ങനെയാണെങ്കിൽ നീ ചെയ്യേണ്ടത് പകൽ സമയം നോമ്പ് പിടിക്കുന്നതിനേക്കാളും നിനക്ക് ഖൈർ അതേ മഗ്രിബ് ഇശാന്റെ സമയം നല്ല നിലക്ക് സജീവമായി ആക്കിക്കോ. ഇബാദത്തിലായി കഴിയണം, അല്ലാഹുവിൻ്റെ ചിന്തയിലായി കഴിയണം. ഒരു സമയം പോലും ആ സമയത്ത് നഷ്ടപ്പെടുത്താതെ, അതേ ആ സമയം പകൽ നോമ്പ് നോക്കുന്നത് കൊണ്ട് നിനക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പകൽ നോമ്പ് നോക്കുന്നതിനേക്കാൾ നിനക്ക് ഖൈർ ഇതാണെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുക്കുകയാണ്. വിവരിച്ചുകൊണ്ട് ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നോക്ക്, ഒരു മഗ്രിബ് നിസ്കാരം ഇശാ നിസ്കാരത്തിൻ്റെ ഇടയിലുള്ള ആ സമയത്തിന് എന്തൊരു മഹത്വമാണ്. പകൽ സമയത്ത് നോമ്പ് നോക്കുന്നതിന് മഹത്വമില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. അതിൻ്റെതായ മഹത്വങ്ങളൊക്കെയുണ്ട്. എന്നാലും ആ തൻ്റെ ശിഷ്യന്, തൻ്റെ മുരീദിക്ക് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുത്തത് എന്താണ്? അതേ അത്രമാത്രം അതിന് മഹത്വമുള്ളത് കൊണ്ടല്ലേ അതേ അള്ളാഹുവിൻ്റെ ധാരാളം നിഅമത്തുകളൊക്കെയും ഇറങ്ങുന്ന സമയമാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ആരിഫീങ്ങൾ എല്ലാവരും ഇബാദത്തിന് വേണ്ടി നല്ല നിലക്ക് തിരഞ്ഞെടുത്തൊരു സമയമാണ് മഗ്രിബും ഇശാന്റെ ഇടയിലുള്ള ആ സമയം. എന്നാൽ അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മളെ പകലേതായാലും നോമ്പില്ലല്ലോ, നമ്മളേതായാലും സുന്നത്ത് നോമ്പ് അങ്ങനെ ഒരു പതിവ് നമുക്കില്ല. പക്ഷേ അതോടുകൂടെ ഈ സമയം നാം എത്രമാത്രം ഉപയോഗിച്ചു എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. എല്ലാവരും, ആണുങ്ങളും പെണ്ണുങ്ങളും മക്കളൊക്കെയും നാം ഇത് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കണം. നമ്മളൊക്കെയും ചെയ്യണം. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാന്റെ ഇടയിലുള്ള ആ സമയം അത് വലിയ ബർക്കത്തുള്ളതാണ്. ആ സമയം നഷ്ടപ്പെടുത്തരുത്, അത് വെറുതെ ആയി പോകരുത്. ആ സമയത്ത് നമ്മളാൽ കഴിയുന്ന അത് പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. ഇനി അങ്ങനല്ലെങ്കിൽ ആ സമയത്ത് അതിൻ്റെ ചെറിയൊരു സമയമെങ്കിലും ഇബാദത്തിലായി കേവല നിസ്കാരം മാത്രം ഒതുക്കാതെ കുറച്ചെങ്കിലും ഒരു ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, അല്ലാഹുവിനോട് ദുആ ചെയ്യുക, ഇങ്ങനെയുള്ള ഇബാദത്തുമായി ആ സമയം ഉപയോഗിക്കാൻ നോക്കണം. നമ്മളെ വീടുകളിലൊക്കെയും ആ മഗ്രിബിന്റെ സമയം നല്ല നിലക്ക് ഉപയോഗിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ബർക്കത്താണ്, ചെറിയ വിഷയമൊന്നുമല്ല. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഒരിക്കലും
പല മഗ്‌രിബും ഇശാന്റെ സമയം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഇത് കേട്ട മുതൽ ഒരിക്കലും ഇനി മുതൽ നഷ്ടപ്പെടുത്തരുത്, നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്തിൽ നല്ല നിലക്ക് ബഹുമാനിക്കാനും ഇബാദത്ത് ചെയ്യാനും ഉപയോഗിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.